പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ S. പ്രമോദ്, SMC ചെയർമാൻ TD വിശ്വനാഥൻ, MPTA പ്രസിഡന്റ് ശ്രീമതി സിനി ബാബു, മറ്റ് PTA, MPTA, SMC അംഗങ്ങളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സജീവ സഹകരണത്താൽ നടത്തപ്പെട്ടു. ക്ലാസ് റൂമുകൾ കഴുകി വൃത്തിയാക്കി സ്കൂൾ കോമ്പൗണ്ടും പരിസരവും വൃത്തിയാക്കി സ്കൂൾ പ്രവേശനോത്സവത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തി. 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവവും പഠനോപകരണ വിതരണവും നടത്തപ്പെട്ടു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോവിന്ദാസ് പുതുശ്ശേരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പോൾ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷനോജ് കുമാർ സ്വാഗതം ആശംസിച്ചു. മെമ്പർമാരായ BT കൃഷ്ണൻ, രാജീവ് ചന്ദ്രശേഖരൻ, പ്രമോട്ടർ അമൃത, PTA പ്രസിഡന്റ് പ്രമോദ്, SMC ചെയർമാൻ TD വിശ്വനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് LSS സ്കോളർഷിപ്പ് ലഭിച്ച അജിൻ രാജീവ്, സായിദ് MD എന്നീ കുട്ടികൾക്കും SSLC പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെയും അനുമോദിക്കുകയും ട്രോഫികൾ വിതരണം ചെയ്യുകയും ചെയ്തു. കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തവർ പോൾ സെബാസ്റ്റ്യൻ കരോട്ടുകുന്നിൽ, KK വിജയൻ കാരിക്കുന്നിൽ, അഖിൽ PB പതിക്കൽ, ദീപു PK പാലക്കുന്നിൽ, വിഷ്ണു നെല്ലിപ്പുള്ളി, സുഭാഷ് മാട്ടെപ്ലാക്കൽ, VK കൃഷ്ണൻ ബലിക്കപ്ലാക്കൽ, രാജേഷ് പൈതയ്ക്കൽ, സജീവ് തോണിപ്ലാക്കൽ, അരുൺ വയലിൽ, പത്മനാഭൻ ഒഴുക്കനാപ്പള്ളി, ഉഷ അനിൽ പൊളിയറയ്ക്കൽ, പള്ളിക്കുടം ഗ്രൂപ്പ്, പൂച്ചപ്ര ജനനി കുടുംബശ്രീ യൂണിറ്റിനും സ്കൂളിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിച്ചു. LSS വിജയികൾക്കും SSLC വിജയികൾക്കുമുള്ള മൊമന്റോയും മധുരപലഹാര വിതരണവും നടത്തിയ PTA കമ്മിറ്റിക്കും സ്കൂളിന്റെ പേരിലുള്ള പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മണിക്കുട്ടൻ TR ഒരു വർഷത്തേക്കുള്ള ദിനപത്രം സ്പോൺസർ ചെയ്തതും സന്തോഷത്തോടെ അറിയിക്കുന്നു. തുടർന്ന് സ്നേഹസമ്പുഷ്ടമായ കുടുംബാന്തരീക്ഷത്തിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാതാപിതാക്കളെ ബോധവൽക്കുന്നതിനു വേണ്ടി സ്നേഹവീട് എന്ന പേരിൽ മാതാപിതാക്കൾക്ക് ക്ലാസ് നടത്തപ്പെട്ടു. കുട്ടികൾ സ്കൂളിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും അച്ചടക്ക നടപടികളെക്കുറിച്ചും ബോധവൽക്കരണം നൽകുന്നതിനായി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷനോജ് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രത്യേക അസംബ്ലി ചേർന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പരിപാടികൾ സ്കൂളിൽ സമുചിതമായി നടത്തപ്പെട്ടു. സ്കൂൾ പരിസരങ്ങളിൽ വൃക്ഷത്തൈകൾ നടുകയും വൃക്ഷത്തൈകളും പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും പോസ്റ്റർ നിർമ്മാണം നടത്തുകയും ചെയ്തു. പരിസ്ഥിതി ദിന ക്വിസ് മത്സരം നടത്തുകയും 9ാം ക്ലാസ്സിലെ സൂര്യഗായത്രി, ആരാധ്യ എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. കഴിഞ്ഞ 2 ആഴ്ചകളിലെ ദിനാചരണങ്ങൾ വളരെ സമുചിതമായ രീതിയിൽ ആചരിച്ചു. ബാലവേല ബിരുദ ദിനവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞയും നടത്തപ്പെട്ടു. പ്രായമായവരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നതിനും അവരോട് കരുണ കാണിക്കുന്നതിനും കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വയോജന ദിനം ആചരിച്ചു. വയോജന ദിനത്തിലെ ഭാഗമായി കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിപ്പിച്ചു. തെരുവ് നായ്ക്കളുടെ ആക്രമണവും അതുമൂലമുണ്ടാകുന്ന മരണനിരക്കും കൂടുന്നതിനായി പേവിഷബാധയ്ക്ക് എതിരായ ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞയും നടത്തപ്പെട്ടു. പൂച്ചപ്ര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ രഞ്ജിത്ത് ഈ പരിപാടിക്ക് നേതൃത്വം നൽകി. പഠന പിന്നാക്കാവസ്ഥ നേരിടുന്ന കുട്ടികളെ പഠന പ്രവർത്തനങ്ങൾ മുൻനിരയിൽ എത്തിക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനുമായി കൈത്താങ്ങ് പദ്ധതിക്ക് തുടക്കമായി. 1 മുതൽ 9 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ പദ്ധതിയുടെ സേവനം ലഭ്യമായി വരുന്നു. കുട്ടികൾക്ക് മികച്ച മാനസികാരോഗ്യം ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനായുള്ള യോഗ ക്ലാസ്സിന് തുടക്കമായി. വെള്ളിയാമറ്റം ഹോമിയോ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അഞ്ജു യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകി. 5 മുതൽ 10 വരെ ക്ലാസ്സിലെ കുട്ടികൾ യോഗ ക്ലാസ്സിൽ പങ്കെടുത്തു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലെ കുട്ടികളുടെ പദപരിചയം വർദ്ധിപ്പിക്കുന്നതിനായി എ വേർഡ് എ ഡേ എന്ന പദ്ധതിക്ക് തുടക്കമായി. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരം നടത്തപ്പെട്ടു. S. സൂര്യഗായത്രി, അശ്വതി സജി, ഷാവറ്റ് MS, അർച്ചന രാജീവ് എന്നിവർ സമ്മാനത്തിന് അർഹരായി. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ കുട്ടികൾക്ക് സ്കൂളിൽ മികച്ച ഉച്ചഭക്ഷണം നൽകുന്നതിനായി സ്കൂളിൽ നടപ്പിലാക്കുന്ന പരിപാടിയാണ് ഒരുമയോടെ ഒരു മനസ്സായി. 2ാം ക്ലാസ്സിലെ സാറ ഗ്രേസ് ബിജു മീൻകറി സ്പോൺസർ ചെയ്ത് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചു. കൂടാതെ 3ാം ക്ലാസ്സിലെ അജയ് സാബു ഉച്ചഭക്ഷണത്തിനുള്ള കറികൾ സംഭാവന ചെയ്തുകൊണ്ട് ജന്മദിനാഘോഷം പങ്കുവച്ചു. ഏറെക്കാലം നമ്മുടെ വിദ്യാലയത്തിൽ ഗണിത അധ്യാപികയെ സേവനമനുഷ്ഠിച്ച റെജിന ടീച്ചർക്ക്
സമുചിതമായ യാത്രയയപ്പ് നൽകി. അധ്യാപകരും രക്ഷിതാക്കളും PTA ഭാരവാഹികളും ടീച്ചറെ അനുഗമിച്ചു. നമ്മുടെ സ്കൂളിൽ ഹിന്ദി അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ദീപക് സാർ കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയി. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പൂച്ചപ്ര കുടുംബത്തിലേക്ക് ഗണിത അധ്യാപികയെ ഫാത്തിമ ടീച്ചറും ഹിന്ദി അധ്യാപികയെ ബിന്ദു ടീച്ചറും പുതുതായി ജോയിൻ ചെയ്തു. പ്രിയപ്പെട്ട രണ്ട് അധ്യാപകർക്കും പൂച്ചപ്ര കുടുംബത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനിയും വാർത്തകളും വിശേഷങ്ങളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.